ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്ക വേൾഡ് കപ്പിൽ 5 പ്രാവശ്യം ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുണ്ട്. ഇതിൽ 5 പ്രാവശ്യം സൗത്ത് ആഫ്രിക്കയാണ് ജയിച്ചിട്ടുള്ളത്. അപ്പൊ ന്യൂസിലാൻഡ് സംബന്ധിച്ചിടത്തോളം 6ാമത്തെ പ്രാവശ്യം അവരെ കടന്നു. അതേസമയം നോക്കൌട്ട് സ്റ്റേജിൽ ഇവർ ആദ്യമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. അതാണ് അതായത് നമ്മൾ ചില ദിവസങ്ങളുടെ ആ ദിവസം ഏറ്റവും നന്നായിട്ട് കളിച്ചവർ ജയിക്കുന്നു എന്നുള്ളത് പലപ്പോഴും ഒരു തത്വചിന്താപരമായ കാര്യമായിരിക്കും. ഇപ്പൊ ഫുട്ബോളിലാണെങ്കിലും ചിലപ്പോൾ ചാമ്പ്യന്മാർ പരാജയപ്പെടുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഫുട്ബോൾ ലോകകപ്പിൽ തന്നെ അർജന്റീന സൗദി അറേബ്യയോട് തോറ്റ മത്സരം കണ്ടിട്ടുണ്ട്. അന്ന് സൗദി ആയിരുന്നു ആ ദിവസത്തിന്റെ രാജാക്കന്മാർ. അതേപോലെ തന്നെ ഇന്ന് ന്യൂസിലാൻഡ് സംബന്ധിച്ചിടത്തോളം 6ാമത് അവർ ഈ T20 ലോകകപ്പിൽ ഈ സൗത്ത് ആഫ്രിക്കയോട് ഏറ്റുമുട്ടിയപ്പോൾ ആ ദിവസം അവരുടേതായി മാറുന്നു. ഫിൻ അലെന്നുള്ള താരം അങ്ങ് അടിച്ചു പൊളിക്കുന്നു എന്ന രീതിയിൽ. പക്ഷെ വേറെ ടാക്ടിക്കലായിട്ട് എനിക്ക് തോന്നിയൊരു വലിയൊരു മിസ്റ്റേക്ക് എന്നുള്ളത്, കാശു മഹാരാജിനെ പോലുള്ള ഒരു സ്പിന്നറെ വെച്ചിട്ട് അവർക്ക് ഇന്നിങ്സ് ഓപ്പൺ ചെയ്യിക്കാമായിരുന്നു. കാരണം അപ്പുറത്ത് 2 റൈറ്റ് ഹാൻഡ് ബാറ്റേഴ്സ് ഉണ്ട്. കാശു മഹാരാജിന് വിക്കറ്റ് എടുക്കാനുള്ള എബിലിറ്റി ഉള്ളൊരു ഈ ബോളറാണ്. അപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് അവർ വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ്. പിന്നെ ഫിൻ അലനെ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ബ്ലാസ്റ്റ് ഇന്നിങ്സ് കൊണ്ട് വളരെ അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം ഇതിനു മുമ്പ് തന്നെ MLSൽ 19 സിക്സുകൾ അടിച്ച ഒരു ഇന്നിങ്സ് ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്. കഴിഞ്ഞ വർഷം 2025 അങ്ങനെ 19 സിക്സുകൾ ഒരു ഇന്നിങ്സിൽ അടിച്ചുകൂട്ടിയ, നമ്മളിപ്പോൾ അഭിഷേക് ശർമ്മയുടെ ഈ ഹിറ്റിംഗ് എബിലിറ്റിയെക്കുറിച്ച് പറയാറുണ്ട്. ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം മാർട്ടിൻ കപ്റ്റിലിന് ശേഷം കണ്ട ഏറ്റവും മികച്ച 6 ഹിറ്റിംഗ് എബിലിറ്റി ഉള്ള ഒരു ബാറ്ററാണ് ഫിൻ അലൻ. അദ്ദേഹം ഒരു 2021 കാലഘട്ടത്തിലാണ് ഫസ്റ്റ് ബംഗ്ലാദേശിനെതിരെയുള്ള ഒരു സീരീസിലായിരുന്നു അദ്ദേഹം വന്നത്. ഫസ്റ്റ് മത്സരത്തിൽ ഡക്കിന് പുറത്താവുന്നു, 2ാമത്തെ മത്സരത്തിൽ 17 റൺസ് എടുത്ത് പുറത്താവുന്നു, 3ാമത്തെ മത്സരത്തിൽ അദ്ദേഹം 22 പന്തിൽ 72 റൺസ് എടുത്തുകൊണ്ട് ഞാൻ ഓക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ഇങ്ങനത്തെ ഇന്നിങ്സിന് പേര് കേട്ട ആളാണെന്നുള്ള നിലയിൽ അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വരവ് അറിയിച്ചത് ആ ഒരു 22 ബോൾ 71 ഇന്നിങ്സാണ്. പിന്നെ അദ്ദേഹം IPLൽ RCBക്ക് വേണ്ടി കളിക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ മുമ്പൊരു അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മളിപ്പോൾ എത്ര റൺസ് എടുത്തു കഴിഞ്ഞാലും ഒരു തൃപ്തിയില്ലായ്മ ബാറ്റർമാർക്ക് ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം RCBക്ക് വേണ്ടി കളിക്കുമ്പോൾ AB ഡിവില്ലിയേഴ്സ് ഒരു മത്സരത്തിൽ മറ്റൊരു ടീമിനെതിരെ 33 പന്തിൽ 60+ റൺസ് എടുത്തു. അപ്പോൾ ABD അത് വളരെ മികച്ച ഹിറ്റിംഗ്. ഇപ്പം ഫിന്നലിന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തന്നെ ഈ പറയുകയാണ്, അതായത് ഞാൻ ABDയുടെ ഇന്നിങ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ABD 30 പന്തുകളിൽ 60+ റൺസ് എടുത്തു. വളരെ നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു. പക്ഷേ അദ്ദേഹം ഔട്ടായി ഡഗ്ഔട്ടിലേക്ക് വന്ന സമയത്ത് ABDയുടെ മുഖത്ത് ഒട്ടും തൃപ്തി ഉണ്ടായിരുന്നില്ല. അതായത് ഇത് പോരാ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. ഞാൻ ഇതിലൊന്നും അടിച്ചാൽ പോരാ, പക്ഷേ നല്ല ബോളായിരുന്നു. ഒട്ടും സംതൃപ്തി ഇല്ലാത്തൊരു ABDയാണ് ഇന്നിങ്സിലേക്ക് കണ്ടത്.